യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ UTI. ഇതെന്താണ്? ഇത് ഇൻഫെക്ഷൻ ഓഫ് കിഡ്നി, ബ്ലാഡർ, യുറേത്ര. ഓർ പാർട്ട് ഓഫ് യൂറിനറി സിസ്റ്റം. യൂറിനറി സിസ്റ്റത്തിലെ ഏത് ഭാഗത്ത് വേണേലും ഉണ്ടാകാം UTI. ഇനി ഇത് കോമൺ ഏരിയ എന്ന് പറയുന്നത് ബ്ലാഡറും ആൻഡ് യുറേത്രയുമാണ്. ബ്ലാഡറിനകത്തോ അല്ലെങ്കിൽ യുറേത്രയിലുമാണ് ഇത് മെയിനായിട്ട് കാണുന്നത്. അതായത് യുറേത്ര എന്ന് പറയുന്നത് ബ്ലാഡറിൽ നിന്ന് പുറത്തേക്ക് പോരുന്ന ഭാഗമാണ്. ഇനി ഇതിനെ ബ്ലാഡർ മ്യൂക്കോസയിലാണെങ്കിൽ ഇതിനെ സിസ്റ്റൈറ്റിസ് എന്നും, കൂടുതലായിട്ട് സിസ്റ്റൈറ്റിസ് എന്നാണ് ഇതിന് പറയാറുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബ്ലാഡറിലാണ് ഇത് വരാനുള്ള സാധ്യത. അപ്പം ബ്ലാഡറിലാണെങ്കിൽ സിസ്റ്റൈറ്റിസ് എന്നും, യുറേത്ര മ്യൂക്കോസയിലാണെങ്കിൽ യുറേത്രൈറ്റിസ് എന്നും, പിന്നെ യുറേട്രൈറ്റിസ് എന്നും, പിന്നെ കിഡ്നിയിലാണെങ്കിൽ ഫൈലോനെഫ്രൈറ്റിസ് എന്നുമാണ് ഇതിന് പറയുന്നത്. ഇങ്ങനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും കൂടി പറയുന്ന പേരാണ് UTI. ഇതെവിടെ വന്നാലും ഇതിന് പറയുന്നത് UTI എന്നാണ്. സിസ്റ്റൈറ്റിസ് എന്നും ഇതിന് കോമൺ ആയിട്ട് വിളിക്കാനായിട്ട് കാരണം ഇത് ബ്ലാഡറിലാണ് ഏറ്റവും കൂടുതൽ വരാനുള്ള സാധ്യത. പിന്നെ ഇതിൻ്റെ കോസുകൾ, അതായത് ബാക്ടീരിയലാണ്. ബാക്ടീരിയ കൊണ്ടാണ് ഇത് കൂടുതലായിട്ട് സംഭവിക്കുന്നത്. എക്രേഷ്യ ഇക്കോളി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുണ്ട്. എൻഡോ ബാക്ടീരിയൽ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. സൂഡോമോണസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ട്. എക്രീഷ്യ ഇക്കോളി എന്ന് പറയുന്നതും എൻഡോ ബാക്ടീരിയൽ എന്ന് പറയുന്നതും സൂഡോമോണസ് എന്ന് പറയുന്നതുമായ 3 ബാക്ടീരിയകളാണ് ഇതിന് മെയിനായിട്ട് കാരണം. പിന്നെ സിസ്റ്റൈറ്റിസ് ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് വുമണാണ്, സ്ത്രീകൾക്കാണ്, വുമണാണ് ഉണ്ടാകുന്നത്. എന്തിന്? കാരണം വുമൺസിന് ഷോർട്ടർ യുറേത്രയാണ് ഉള്ളത് ആൻഡ് ഫ്ലാറ്റൻഡ് ജെനൈറ്റൽ ഏരിയയാണ് വുമൺസിനുള്ളത്. അതുകൊണ്ടാണ് അവർക്കത് കൂടുതലായിട്ടുണ്ടാകാനുള്ള സാധ്യത. പിന്നെ സെക്ഷുവലി ആക്റ്റീവ് ആൻഡ് പ്രഗ്നൻറ്റ് വുമൺസ് ആർ വൾണറബിൾ ഫോർ സിസ്റ്റൈറ്റിസ്. സെക്ഷുവലി ആക്റ്റീവും പ്രഗ്നൻസിയും ആയ ആൾക്കാർ കൂടുതൽ സാധ്യതയുണ്ട് ഉണ്ടാകാനുള്ള സാധ്യത. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കോസുകൾ. പിന്നെ ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്, ഈ UTI ഉണ്ടാകാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പുവർ പെരിനിയൽ ഹൈജീനാണ് ഇതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം. അപ്പം ഒരു വുമൺ ആണെങ്കിൽ അത് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കാണ് ക്ലീൻ ചെയ്യേണ്ടത്. പകരം ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ് യൂറിനൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യുന്നതെങ്കിൽ ഫീക്കൽ മാറ്ററും പെരിനിയുമായിട്ട് കോണ്ടാക്റ്റിലുണ്ടായി UTI ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹൈജീനും ചെയ്യുന്ന പ്രൊസീജിയറും ആദ്യം കൃത്യമാകണം. അതാണ് ഒരു കാരണം, അത് റിസ്ക് ഫാക്ടർ കൂട്ടുന്ന. ഹൈജീൻ കുറവുള്ളവർക്ക് കൂടുതൽ സാധ്യതയുണ്ട്. പിന്നെ യൂറിനറി റിട്ടൻഷൻ, അതായത് യൂറിൻ പിടിച്ചു വയ്ക്കുന്ന സ്വഭാവമുള്ളവർ, അതായത് യൂറിൻ കുറേ നേരം പിടിച്ച് നിൽക്കുമ്പം സ്വാഭാവികമായിട്ട് ബ്ലാഡർ ഫില്ലായി യൂറിനിൻ്റെയൊക്കെ വേസ്റ്റ് മെറ്റീരിയൽസുകൾ ഐറ്റംസൊക്കെ ഡിസ്പോസ് ഇൻ ദ ബ്ലാഡർ മ്യൂക്കോസയിൽ ഈ യൂറിയ, ക്രിയാറ്റിൻ മോളുള്ള വസ്തുക്കളെല്ലാം കൂടുതൽ സമയം ഇതുമായിട്ട് കോണ്ടാക്റ്റ് വന്ന് ഇറിറ്റേറ്റഡായി ബ്ലാഡർ മ്യൂക്കോസയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ബ്ലാഡർ മ്യൂക്കോസയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടായാൽ അത് പിന്നീട് ഇൻഫെക്ഷൻ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ യൂറിനറി റിട്ടൻഷൻ ഇതിൻ്റെ വേറൊരു രണ്ടാമത്തെ റിസ്ക് ഫാക്ടറാണ്. പിന്നെ റീനൽ കാൽക്കുലേ കോംപ്ലിക്കേഷൻ, അതായത് യൂറട്രയിലൂടെയൊക്കെ ഈ റീനൽ കാൽക്കുലേ ഉണ്ടായി ആ കാൽസിഫൈഡായ മെറ്റീരിയൽസ് ഒഴുകി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയെല്ലാം വൂണ്ടുണ്ടായി ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഇൻഡ്വെല്ലിംഗ്
കൊറോ യൂറിനറി കാത്തറ്ററൈസേഷൻ്റെ കോംപ്ലിക്കേഷനായി. അതായത് ഇൻ്റർലിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊസീജിയർ സ്റ്റെറൈലായിട്ട് ചെയ്യുന്നില്ല എങ്കിൽ കാത്തറ്റർ അസോസിയേറ്റഡ് ആയി ഇൻഫെക്ഷൻ ഉണ്ടാകാൻ, അത് സ്റ്റെറൈലായി ചെയ്യുന്നില്ലെങ്കിൽ, പിന്നീട് ശ്രദ്ധിച്ചില്ലെങ്കിൽ, നല്ല കെയർ കൊടുത്തില്ലെങ്കിൽ ഒക്കെ ഈ കാത്തറ്ററൈസേഷൻ്റെ ഭാഗമായിട്ട് UTI ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇൻവെർസീവായ യൂറിനറി ട്രാക്ക് പ്രൊസീജിയറിൻ്റെ കോംപ്ലിക്കേഷനായിട്ട്, കാരണം അവിടെ നമ്മൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, സ്റ്റെറൈൽ ടെക്നിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വെറ്റ് അണ്ടർ ക്ലോത്ത് പ്രൊലോങ് ടൈമിലേക്ക് നമ്മൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ UTI ഉണ്ടാകാനുള്ള സാധ്യത, കാരണം അവിടെ വെറ്റായിട്ടുള്ള അണ്ടർവെയർ ഒരുപാട് നേരം ഇരുന്ന് അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇൻഫെക്ഷൻ ഉണ്ടായി, മൈക്രോ ഓർഗാനിസത്തിൻ്റെ കൊളനൈസേഷൻ ഉണ്ടായി ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഹൈജീനിക് സെക്ഷൽ പ്രാക്ടീസ് ആൻഡ് സെക്ഷൽ ഇൻട്രാകോഴ്സൊക്കെ ഉണ്ടെങ്കിൽ, അൺഹൈജീനിക് ആണെങ്കിൽ, പിന്നെ അലർജൻസ് ഓർ ഇറിറ്റൻ്റ്, അലർജി ഉണ്ടാക്കുന്നതും ഇറിറ്റൻറ്റുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ബോഡിയായിട്ട് ഒരുപാട് നേരം കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഉണ്ടായി അതിൻ്റെ റെസ്പോണ്ടായി ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ സോപ്പ്, സ്പ്രേ, ബബിൾ ബാത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് പതച്ച് കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ പതയെല്ലാം കൂടി യൂട്രസിന് ബ്ലാഡറിനുള്ളിലേക്കൊക്കെ കയറി ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചില പെർഫ്യൂംസ്, പെരിനൽ ഏരിയയിലൊക്കെ ചില പെർഫ്യൂംസുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നമുണ്ട്. സാനിറ്ററി നാപ്കിൻ പെർഫ്യൂംഡ് സാനിറ്ററി നാപ്കിനൊക്കെ ഉപയോഗിച്ചാലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ സിന്തറ്റിക് അണ്ടർവെയർ, അതായത് കോട്ടൺ അല്ലാത്ത പോളിസ്റ്റർ ആയുള്ള ഇതൊക്കെ വാട്ടറിനെ അബ്സോർബ് ചെയ്യത്തില്ല, അതുകൊണ്ട് പ്രശ്നമുണ്ടാകും. പിന്നെ കോട്ടൺ അണ്ടർവെയർ ആണ് വെയർ ചെയ്യേണ്ടത്, കാരണം അത് വാട്ടറിനെ അബ്സോർബ് ചെയ്യും. പിന്നെ ഡീഹൈഡ്രേഷൻ, ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ യൂറിൻ ഭയങ്കര ഹൈ കോൺസെൻട്രേറ്റഡ് ആവും. അങ്ങനെ ഹൈ കോൺസെൻട്രേറ്റഡ് ആയ യൂറിൻ ബോഡി ബ്ലാഡറുമായിട്ട് ഒരുപാട് നേരം കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായി ഇൻഫ്ലമേഷൻ ഉണ്ടായി ഇൻഫെക്ഷൻ ഉണ്ടാവും. പിന്നെ UTI ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്? അതായത് പെയിനാണ്, വെറും പെയിനല്ല, ബേണിങ് സെൻസേഷൻ, അതായത് ബേണിങ് കത്തുന്ന പോലത്തെ സെൻസേഷൻ ഉണ്ടാകുന്നത് വൈൽ യൂറിനേറ്റിംഗ് ആൻഡ് ആഫ്റ്റർ യൂറിനേഷൻ. യൂറിനേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്ത് കഴിയുമ്പോഴോ ഒരു ബേണിങ് സെൻസേഷനും പെയിനും ഉണ്ടാവും. ഫ്രീക്വൻസി ഓഫ് യൂറിനേഷൻ ഓർ അർജൻസി ഓഫ് യൂറിനേഷൻ, അതായത് ഒഴിക്കുന്ന സമയം കൂടും, ഒരുപാട് സമയം പോയി യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അർജൻസി ഓഫ് യൂറിൻ, പെട്ടെന്ന് യൂറിൻ പോകുന്ന പോലെ ഓടിച്ചെന്ന് യൂറിൻ പാസ് ചെയ്യും. വോയിഡിങ് ഇൻ എ സ്മോൾ എമൗണ്ട്, അതായത് വോയിഡ് ചെയ്യുമ്പം കുറച്ച് എമൗണ്ടേ പോകത്തുള്ളൂ. ഇൻഎബിലിറ്റി ടു വോയിഡ്, അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാൻ പറ്റത്തില്ല, അത് മെയിനായിട്ട് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇൻകംപ്ലീറ്റ് എംപ്റ്റിങ് ഓഫ് ദ ബ്ലാഡർ, അതും ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്നതുകൊണ്ടാണ്, കാരണം ബ്ലാഡർ പൂർണ്ണമായിട്ട് പോകത്തില്ല. ലോവർ അബ്ഡോമിനൽ പെയിൻ, ശ്രദ്ധിക്കണം, ലോവർ ബുക്കിലിന് താഴെ ആണ് ഇവിടെ പെയിൻ ഉണ്ടാകുന്നത്. ഓർ സുപ്രാപിബിക് ഡിസ്കംഫോർട്ട്, ഒപ്പം ലോവർ ബാക്ക് പെയിൻ, അതേ സമയത്ത് അതുപോലെ തന്നെ പുറകിൽ ലോവർ ബാക്കിലും പെയിൻ ഉണ്ടാവും. ലോവർ അബ്ഡോമിനിലും ലോവർ ബാക്കിലും ഒരുപോലെ പെയിൻ ഉണ്ടാവും. ഈ പെയിനാണ് ഇതിൻ്റെ UTIയുടെ പ്രത്യേകത, റേഡിയേറ്റ് ചെയ്യുന്നതല്ല. പിന്നെ ക്ലൗഡി ഓർ ടോർബിഡ് അപ്പിയറൻസ് ആണ്, അപ്പിയറൻസ് ഉള്ള ഫോൾസ് സ്മെല്ലിംഗ് യൂറിനാണ്. ടോർബിഡ് ആൻഡ് ക്ലൗഡി അപ്പിയറൻസ് ഉള്ള ഫോൾസ് സ്മെല്ലിംഗ് യൂറിനാണ് പേഷ്യൻ്റ് പാസ് ചെയ്യുന്നത്. പിന്നെ സിവിയർ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഹെമച്ചൂറിയ, ലോ ഗ്രേഡ് ഫീവർ, മലൈസ്, ചിൽസ്, WBC കൗണ്ട് 11,000 ഓർ ഗ്രേറ്റർ ഇൻ എ യൂറിൻ അനാലിസിസ്,
യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പം WBC കൗണ്ട് 11,000-നും മേളിലായിരിക്കും. അതായത് യൂറിനിൽ WBC ഉണ്ട്. പിന്നെ സിവിയർ കേസിൽ ചിലപ്പോൾ പ്രോട്ടീൻ യൂറിയയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിൻ്റെ ഡയഗ്നോസിസ് ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ യൂറിൻ അനാലിസിസ് ആണ്. അതായത് യൂറിൻ RI, യൂറിൻ റുട്ടീൻ എക്സാമിനേഷനാണ് ചെയ്യുന്നത്. യൂറിൻ RIയോ അല്ലെങ്കിൽ യൂറിൻ റുട്ടീൻ എക്സാമിനേഷനാണ് ഇതിന് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ നോക്കും അതിനകത്ത്? യൂറിൻ്റെ കളർ നോക്കും, ഡാർക്ക് കളറായിരിക്കും. യൂറിൻ്റെ ക്ലൗഡി ടോർബിഡ് അപ്പിയറൻസ് ആയിരിക്കും, ക്ലൗഡി ആയിട്ടുള്ള ടോർബിഡ് അപ്പിയറൻസ് ആയിരിക്കും. WBCയുടെ കൗണ്ട് ഇൻക്രീസ് ചെയ്യും, ലൂക്കോസൈറ്റ് എന്നാണ് അതിന് പറയുന്നത്, WBC കൗണ്ടിന്. പിന്നെ പസൽസ് ഇൻ യൂറിന് കാണും, നൈട്രേറ്റ് പ്രസൻറ്റ് ഇൻ നൈട്രേറ്റ് ഉണ്ടാവും. സിവിയർ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനിൽ പ്രോട്ടീൻ യൂറിയയും വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ യൂറിൻ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി നമ്മൾ ചെക്ക് ചെയ്യും. കാരണം ഇത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ യൂറിൻ അനാലിസിസ് ചെയ്യുമ്പം അത് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ യൂറിൻ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ചെയ്യും. ടു നോ പോസിറ്റീവ് ഓർഗാനിസം, ഏതാണ് ഇതിന് കാരണമായ ബാക്ടീരിയ എന്ന് കണ്ടുപിടിക്കാനും അതിനെതിരെ ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പിന്നെ അൾട്രാസൗണ്ട് സ്റ്റഡിയും ഇതിന് ചെയ്യാറുണ്ട്. പിന്നെ യൂറിൻ കളക്ഷൻ ഫോർ ദ എക്സാമിനേഷൻ. ഈ എക്സാമിനേഷന് വേണ്ടിയിട്ട് യൂറിൻ കളക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അതായത് കാത്തട്രൈസ് നമ്മൾ രണ്ട് കാര്യത്തിന്, യൂറിനാറത്തിന് വേണ്ടിയിട്ടും കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടും യൂറിൻ കളക്ട് ചെയ്യണം. അപ്പോൾ കാത്തട്രൈസ്ഡ് ആയ പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ക്ലാമ്പ് ദ യൂറോബാഗ് ട്യൂബ്, നോട്ട് ദ കാത്തട്ര. കാത്തട്രയിലല്ല, യൂറോബാഗിലാണ് ക്ലാമ്പ് ചെയ്യേണ്ടത്. കാരണം എന്നാലേ നമ്മൾ ഇച്ചിരി യൂറിൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ വന്ന് യൂറിൻ നിറയുന്നുണ്ടെങ്കിൽ യൂറിൻ ബാഗിലേക്ക് വരുന്നില്ല, ആ ട്യൂബിൽ കാണാൻ പറ്റുന്ന പരുവത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം യൂറിൻ വരുന്നുണ്ട്, നമുക്കത് യൂറിൻ കളക്ട് ചെയ്യാം. അതായത് യൂറിൻ കളക്ടിങ് പോർട്ടിൽ ക്ലീൻ ദ സ്റ്റെറൈൽ വേ ആൻഡ് സ്റ്റെറൈൽ പ്രൊസീജിയർ അനുസരിച്ച് ഗ്ലൗസൊക്കെ വെയർ ചെയ്ത്, സ്റ്റെറൈൽ ഗ്ലൗസൊക്കെ വെയർ ചെയ്താണ് നമ്മൾ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് യൂറിൻ എടുക്കേണ്ടത്. പിന്നെ അൺകാത്തട്രൈസ്ഡ് പേഷ്യൻ്റ് ആണെങ്കിൽ ഫ്രം എ വുമൺസിൽ നിന്ന് കളക്ട് ചെയ്യണമെങ്കിൽ ഇൻസ്ട്രക്ട് വുമൺ ടു വാഷ് ദ പെരിനിയം ആൻഡ് യുറേത്ര വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ ടു ടൈം. ഇതെല്ലാം സോപ്പൊക്കെ ഉപയോഗിച്ച് 2 പ്രാവശ്യം കഴുകണം എന്ന് പറയണം. പാസ് ദ യൂറിൻ, എന്നിട്ട് യൂറിൻ പാസ് ചെയ്യുമ്പം ആദ്യത്തെ യൂറിൻ പാസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത ഭാഗമാണ് നമ്മൾ കളക്ട് ചെയ്ത മിഡ് സ്ട്രീം യൂറിനാണ് ഈ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റിക്കും യൂറിനാർക്കും വേണ്ടിയിട്ട് എടുക്കുന്നത്. പിന്നെ 24 യൂറിൻ കളക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാലോ. പിന്നെ ഇതിൻ്റെ ഇൻ്റർവെൻഷൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആൻറ്റിബയോട്ടിക്കാണ് കൊടുക്കേണ്ടത്. ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നുണ്ട്. ബിഫോർ അഡ്മിനിസ്ട്രേറ്റിംഗ് ആൻറ്റിബയോട്ടിക് പെർഫോം കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ബൈ ഒബ്റ്റെയിനിങ് യൂറിൻ ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ബാക്ടീരിയ ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ചെയ്തിട്ടാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത്. എൻകറേജ് ദ ക്ലയൻറ്റ് ടു ഇൻക്രീസ് ദ ഫ്ലൂയിഡ് ഇൻടേക്ക് അപ് ടു 3,000 ലിറ്റർ. അത്രയും കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫ്ലഷ് ഔട്ട്, ബാക്ടീരിയനെ ഫ്ലഷ് ഔട്ട് ചെയ്യാനും ഈ യൂറിൻ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ബാക്ടീരിയനെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല, അതിന് വേണ്ടിയിട്ടാണ്. മെയിൻറ്റെയിൻ ആസിഡ് യൂറിനെ ആസിഡിക്ക് നിലനിർത്തണം. കാരണം pH കുറയ്ക്കണം. അസിഡിക്കായ ഫുഡ് കഴിക്കണം. എന്താ വെച്ചാൽ ആസിഡ് എൻവറോൺമെൻറ്റിൽ യൂറിൻ്റെ അളവ്, യൂറിനകത്ത് മൈക്രോ ഓർഗാനിസത്തിൽ ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഹീറ്റ് ആപ്ലിക്കേഷൻ ടു ലോവർ അബ്ഡോമൻ ഓർ വാം 6 ബാത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ബ്ലാഡർ മസിൽസിൻ്റെ സ്പാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്പാസം റെഡ്യൂസ് ചെയ്യാൻ, പെയിൻ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. കാരണം സ്പാസം ഉണ്ടാകാൻ കാരണം കല്ലൊക്കെ പാസ് ചെയ്യുമ്പം ഉണ്ടാകുന്ന ഇഞ്ചുറി കൊണ്ടാണ്. പിന്നെ ഡിസ്കറേജ് കഫിൻ പ്രൊഡക്റ്റിനെ ഒന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. കഫിൻ, കോള, ഇറിറ്റൻറ്റ്, ഇതൊന്നും നമ്മൾ കൊടുക്കരുത്. അത് ബ്ലാഡർ മ്യൂക്കോസായിക്ക് ഉള്ളിൽ ചെന്ന് അത് പ്രോബ്ലം ഉണ്ടാക്കി
സ്പാസം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അവോയ്ഡ് ആൽക്കഹോൾ ഡ്രിങ്കിങ് ഡ്യൂറിങ് ദിസ് ടൈം. യൂറിനറി ട്രാക്ട് അനാലിസിസ് നമ്മൾ കൊടുക്കാം, കാരണം UTIക്കുള്ള അനാലിസിസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ യൂറിനറി ട്രാക്ട് ആൻറ്റിസ്പാസ്മോഡിക് പേഷ്യൻറ്റിന് കൊടുക്കാം. പിന്നെ പ്രിവെൻറ്റീവ് ഇൻ്റർവെൻഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. യൂസ് ഗുഡ് പെരിനിയൽ കെയർ ഓർ മെയിൻറ്റെയിൻ പെരിനിയൽ ഹൈജീൻ. ക്ലെയിം ഫ്രം ദ ഫ്രണ്ട് ടു ബാക്ക്. അവോയ്ഡ് 3 to 4 hour പ്രഗ്നൻറ്റ് വുമൺ. വോയിഡ് 3 to 4 ടൈമിൽ പ്രഗ്നൻറ്റ് വുമൺ, അവറിനുള്ളിൽ പ്രഗ്നൻറ്റ് വുമണും എവറി 2 hour അതേഴ്സ് 2 hourൽ പ്രഗ്നൻറ്റ് വുമണും 3 hourൽ അതേഴ്സും യൂറിൻ പാസ് ചെയ്യണം. ഡ്രിങ്ക് 3 liter of water per day. Wear the cotton underclothes. Avoid wearing the tight cloth. Avoid sitting in a wet bathing suit for a prolonged period. ഇതൊക്കെയാണ് ഇത് കുറയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങൾ. After 24 to 48 hours, patient is having UTI. After the catheterization is called catheter associated urinary infection. കാത്തറ്റർ അസോസിയേറ്റഡ് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന കാത്തറ്ററൈസ് ചെയ്ത് 24 തൊട്ട് 48 മണിക്കൂറിനുള്ളിൽ ഉണ്ടായാലാണ് അങ്ങനെ പറയുന്നത്. പിന്നെ കോട്ടി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ നമ്മൾ അപ്ലൈ ചെയ്യും. അതായത് കാത്തറ്റർ അസോസിയേറ്റഡ് UTI ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കോട്ടി പ്രിവെൻറ്റീവ് ബണ്ടിൽസ് എന്ന് പറയുന്നത്. അതായത് കാത്തട്രൈസ് ഈഫ് റിക്വയർഡ് ഉള്ളു, ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കാത്തട്രൈസ് ചെയ്യാവുള്ളത്. യൂറോബാഗ് ഷുഡ് കീപ് ബിലോ ദ ബ്ലാഡർ ലെവൽ ടു പ്രിവെൻറ്റ് ബ്ലാക്ക് ഫ്ലോ ഓഫ് ദ യൂറിൻ ടു ദ ബ്ലാഡർ. ഇതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് ക്ലോസ് സിസ്റ്റം മെയിൻറ്റെയിൻ. അതായത് കാത്തറ്ററും യൂറോബാഗും കൂടി കണക്ട് ചെയ്യുന്നിടത്ത് കൃത്യമായിട്ട് ഇട്ടേക്കണം, അത് തുറക്കാൻ പാടില്ല. പിന്നെ ഡെയിലി കാത്തറ്റർ ചെയ്ത് ഫോളോ സ്റ്റെറൈൽ ടെക്നിക്ക്, ഹാൻഡ് വാഷ്, മെയിൻറ്റെയിൻ സ്റ്റെറൈൽ ടെക്നിക്ക്. പിന്നെ എംറ്റി ദ യൂറോബാഗിനെ കൃത്യമായിട്ട് എംറ്റി ചെയ്യാം. ഇത്രയാണ് കോട്ടി പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ മാനേജ്മെൻറ്റ്.